കലൂർ സ്റ്റേഡിയം നവീകരണത്തിലെ കരാറിൽ അവ്യക്തത തുടരുന്നു. സ്പോർട്സ് കേരള ഫൗണ്ടേഷനുമായി കരാറുണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സ്പോൺസർ. എന്നാൽ വിശദീകരണത്തിന് SKF-ഉം കായിക മന്ത്രിയും തയ്യാറായിട്ടില്ല. അതേസമയം കായിക വകുപ്പിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ SKF-ന് സ്റ്റേഡിയം വിട്ടു നൽകി എന്ന് പറഞ്ഞ് തലയൂരാനുള്ള ശ്രമത്തിലാണ് GCDA. രാഗനുണ്ട് വിവരങ്ങളുമായി. രാഗൻ, ഗുഡ് മോർണിംഗ്. വളരെ വല്ലാത്ത കാര്യങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്പോൺസർ പറയുന്നു സ്റ്റേഡിയം വിട്ടുകൊടുത്തിട്ടുണ്ട് എന്ന്. പക്ഷേ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കാൻ SKF-ഓ കായിക മന്ത്രിയോ തയ്യാറാവുന്നില്ല. ഇന്നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? കയ്യിൽ കാശുള്ള ആർക്കും അതങ്ങനെ പല അവകാശങ്ങളും വാങ്ങിയെടുക്കാൻ കഴിയുമെന്ന അവസ്ഥയിലേക്കാണോ പോക്ക്? മോത്തി, ഗുഡ് മോർണിംഗ്. അതായത് മെസ്സിയും അർജന്റീനയും നവംബറിൽ വരില്ല എന്ന് വ്യക്തമായതോടുകൂടി നവീകരണ പ്രവർത്തനങ്ങൾ അതെങ്ങനെ, ഏത് തരത്തിൽ, അതിൻ്റെ വ്യാപ്തി, അതിൻ്റെ സമയക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വലിയ അനിശ്ചിതത്വവും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ വന്നിരുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനമായും ഉൾപ്പെട്ടിരിക്കുന്ന GCDA, അതോടൊപ്പം തന്നെ സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ, കൂടാതെ സ്പോൺസർ, ഇവരാണ് ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത്. ഇന്നലെ സ്പോൺസർ പറഞ്ഞത് SKF-ഉമായിട്ടാണ് തങ്ങൾക്ക് കരാറുള്ളത്, GCDA-യുമായിട്ട് അല്ല, SKF-ഉമായിട്ടാണ് എന്നതാണ്. പക്ഷേ GCDA ഇന്നലെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയപ്പോൾ GCDA വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ സർക്കാർ നിർദ്ദേശത്തിൻ്റെ, കായിക വകുപ്പിൻ്റെ അടക്കം നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേഡിയം വിട്ടു നൽകിയത്. ആ സ്റ്റേഡിയം വിട്ടു നൽകിയത് SKF-നാണ്. SKF-ൻ്റെ പക്കൽ നിന്ന് സ്പോൺസർ ഇത് ഏറ്റെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ്. അപ്പോൾ SKF, അതോടൊപ്പം തന്നെ കായിക മന്ത്രി, ഇവർ ഇനി കാര്യങ്ങൾ വിശദീകരിക്കണം. അത്തരത്തിലൊരു കരാർ ഉണ്ടായിരുന്നോ? കരാർ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ വ്യവസ്ഥ എന്തായിരുന്നു? അതിൻ്റെ സമയക്രമം എങ്ങനെയായിരുന്നു എന്നടക്കം ഇപ്പോൾ സ്പോൺസർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ വിശദീകരണം നൽകേണ്ടത് SKF-ഉം കായിക മന്ത്രിയുമാണ്. പക്ഷേ അത് കൃത്യമായി തന്നെ അവർ വിശദീകരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് GCDA-യുടെ ഉടമസ്ഥയിലുള്ള സ്റ്റേഡിയമാണ്. ആ GCDA-യുടെ ഉടമസ്ഥയിലുള്ള സ്റ്റേഡിയം ഏത് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലായാലും വിട്ടു നൽകുമ്പോൾ അതിലൊരു കരാർ വേണ്ടേ, അല്ലെങ്കിൽ അതിൽ ഒരു ഇത് പാലിക്കേണ്ടേ, ഒരു ചട്ടം പാലിക്കേണ്ടേ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി വരികയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതൊരു പൊതുമുതലാണ്. മാത്രമല്ല ഇത് ഏറ്റവും പ്രധാനമായും മെസ്സി, അർജന്റീന ടീം ലോകകപ്പ് ജേതാക്കൾ ഇവിടേക്ക് എത്തുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇക്കാര്യങ്ങൾ നടക്കുമ്പോൾ ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണ്ട എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. മാത്രമല്ല വ്യക്തത ഇനിയും വരാനുണ്ട്. ആ വ്യക്തത തുടരുകയുമാണ്. മറ്റൊന്ന്, ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ടർഫിൻ്റെ അടക്കം നിർമ്മാണം അല്ലെങ്കിൽ ടർഫിൻ്റെ അടക്കം ജോലികളാണ് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ചും ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു മത്സരം നടക്കുമ്പോൾ ടർഫിൻ്റെ അടക്കം ജോലികൾ അതീവ വൈദഗ്ധ്യത്തോടു കൂടി ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സ്പോൺസറുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് നൽകിയിരിക്കുന്ന ജോലികളിൽ ടർഫിൻ്റെ ജോലിയുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു നിലയിൽ വൈദഗ്ധ്യത്തോടു കൂടി ചെയ്തു തീർക്കുക എന്നടക്കം ഒട്ടനവധി ചോദ്യങ്ങൾ കായിക പ്രേമികളുടെയും കായിക വിദഗ്ധരുടെയും ഭാഗത്തു നിന്നടക്കം ഉയരുന്നുണ്ട്. അതിനൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മറുപടി പറയേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ഇത്തരമൊരു പ്രധാനപ്പെട്ട ഈവൻറ്റിനുമായി ബന്ധപ്പെട്ട ആതിഥേയത്വം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുമ്പോൾ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള സുതാര്യത ഉറപ്പാക്കുന്നതിൽ ഈ പറയുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഏജൻസികൾ പരാജയപ്പെട്ടു എന്ന വിമർശനവും ശക്തമാണ്. തീർച്ചയായിട്ടും പലതരത്തിലുള്ള വിമർശനങ്ങൾ ഈ ഘട്ടത്തിൽ പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. രാഗിൻ, ആ വിമർശനങ്ങൾക്കൊക്കെ മറുപടി പറയേണ്ടത് ബന്ധപ്പെട്ടവരാണ്. പക്ഷേ ഈ ബന്ധപ്പെട്ടവർ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല.